ഹായ് എവ്രി വൺ. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ജക്കാർത്തയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കണത് ഇവിടെ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ഇത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, T2 ടെർമിനലാണ്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ എയർലൈൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് നേരത്തെയാണ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിന് ഇപ്പോൾ 11:30 ഉള്ളൂ. അപ്പോൾ ഞങ്ങളത് ബാഗ് ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ബാഗ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഗൈസ് നമുക്ക് പിന്നെയും പണി കിട്ടി. 11:30 നമ്മുടെ ഫ്ലൈറ്റിന് 7:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കുറച്ച് നേരത്തെ പോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ 1.5 മണിക്കൂർ ഇവിടെ ഇങ്ങനെ തേരാപ്പാര നടക്കാനായിട്ട് പോവുകയാണ്. 1.5 മണിക്കൂർ ഇനി കളയണം. അപ്പോൾ ഞങ്ങളുടെ ബാഗേജ് ഡ്രോപ്പിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമുക്ക് നല്ലൊരു ക്യൂ ഉണ്ട്, അതുകൊണ്ട് എന്താണെങ്കിലും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ അപ്പോഴത്തെ വെരി ലോങ് ക്യൂ ഞങ്ങൾ കട്ട് ചെയ്ത് കയറി. നമുക്കൊരു സ്ട്രോളർ ഉള്ള കാരണം നമുക്ക് പ്രശ്നമില്ല. സ്ട്രോളർ പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു പ്രയോറിറ്റി ലൈൻ കയറിക്കോളാൻ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം മലേഷ്യൻ എയർലൈൻസ് കോലാലംപൂർക്കാണ് പോണത്. കോലാലംപൂർ ഒരു എത്ര മണിക്കൂറുണ്ട്? 1.5 മണിക്കൂർ ലേ ഓവറാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് ജക്കാർത്ത. അപ്പോൾ നമ്മൾ നമ്മുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഒന്ന് വെളിയിലേക്കല്ല, ഇമിഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചറിൻ്റെ അടുത്തേക്ക് കയറി. ഇപ്പോൾ ഓൾ ഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോഞ്ച് കിട്ടുമെന്ന് നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിലേക്ക് നടക്കുകയാണ്. ഗേറ്റ് 74 ആണ്. അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പോൾ നടക്കുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്താണ് പറയുക, ലോഞ്ചിൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ. ലോഞ്ചിൽ നമുക്ക് എല്ലാ കാർഡും എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ലോഞ്ച് കഴിച്ചില്ല. പകരം മാക്ഡൊണാൾഡ്സിൽ പോയി നമ്മളൊരു ബർഗർ കഴിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളപ്പോഴത്തേക്കും പിന്നെ നല്ല ഭംഗിയുണ്ട് ഇവിടുത്തെ ലൈറ്റ്സൊക്കെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് എന്തായിരുന്നു, അപ്പോൾ ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ചു. അതുകഴിഞ്ഞിട്ടൊന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ 10:30 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. 10:30 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 11:30 ഞങ്ങളുടെ ടേക്ക് ഓഫ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് സെറ്റാകാം. അപ്പോൾ നമ്മൾ എന്തായാലും ഗേറ്റിലേക്ക് നടക്കുകയാണ്. നല്ല ഭയങ്കര വലിയ എയർപോർട്ടാണ് കേട്ടോ. നല്ല എയർപോർട്ടാണ്, നല്ല വലിയ എയർപോർട്ടാണ്. കാണാനൊക്കെ നല്ല ലുക്ക് എയർപോർട്ടാണ് കേട്ടോ. മുകളിലെ ലൈറ്റിങ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അതാ കിടക്കുന്നു നമ്മുടെ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു കുട്ടിയുള്ളത് കാരണം നമുക്കിവിടെ ഇത് കിട്ടി, പ്രയോറിറ്റി ലൈൻ കിട്ടി. ഇനിയിപ്പോൾ അവിടെ പോയി ഒരു കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റി തുടങ്ങുള്ളൂ. അപ്പോൾ ഞങ്ങൾ മലേഷ്യൻ എയർലൈൻസിൽ കയറി. ഞങ്ങൾ സീറ്റിലേക്ക് ഇരുന്നുള്ളൂ. ഞങ്ങളുടെ സീറ്റ് അപ്പോൾ ബിസിനസ് ക്ലാസ്സിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ്. അപ്പോൾ നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഞങ്ങൾ 2 പേരായിട്ടാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് റിക്ലൈൻ ചെയ്യണ ചെയറൊക്കെ. അപ്പോൾ ഇപ്പോൾ സമയം എത്ര 11:30 ബോഡി ഉള്ളത്. 11:30 പോകും. ഡിപ്പാച്ചർ 11:30. അപ്പോൾ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ കോലാലംപൂർ എത്തും കേട്ടോ. നമുക്കിനി കോലാലംപൂരിൽ കാണാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോലാലംപൂർ എയർപോർട്ടിലെത്തി. ഞങ്ങളപ്പോൾ വന്നിറങ്ങിയത് T2 ടെർമിനലിലാണ് കേട്ടോ. T2 ടെർമിനലിൽ 2 ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ അത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. അവിടെ തന്നെ ഒരു ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് വേറെ നമുക്ക് അടുത്ത് പോകാനുള്ള ബിൽഡിങ്ങിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ ഞങ്ങളങ്ങനെ പോയി. ഞങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ സമയം കളയുന്നു, പക്ഷേ പെട്ടെന്ന് സമയം പോയി. ഞങ്ങളപ്പോൾ ഇവിടെ നിന്ന് ഡങ്കിനിൽ നിന്നൊരു കാലിച്ചായും ഒരു ഡോണറ്റും കഴിച്ചായിരുന്നു. ഇതാണ് നമ്മുടെ ഗേറ്റ് G6. ഇവിടെ നമുക്ക് 9 മണിക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ കേട്ടില്ല. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ 9 മണിക്ക് തിരിച്ചു വരെ. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തു. ബാഗ് നമ്മുടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 നമ്മുടെ ട്രോളി ബാഗ്സ് ഇവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മളെടുത്തായിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രയർ ടൈമാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് കേൾക്കാം. നമ്മളിനി എയർപോർട്ടിന് വെളിയിലേക്ക് ഇറങ്ങണം. എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങിയിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങൾ ഇവിടെ നിന്ന് ടാക്സി എടുത്തിട്ട് വേണം നമ്മുടെ ഹോട്ടലിലേക്ക് പോകാനായിട്ട്. അപ്പോൾ എനിക്കറിയില്ല കറക്റ്റായിട്ട് എത്ര ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂർ എടുക്കുമായിരിക്കും ഇവിടെ നിന്ന്. പിന്നെ നമ്മൾ അത്യാവശ്യം ഉച്ചയാവാറാകുമ്പോഴത്തേക്കാണ് എത്തിയേക്കണേ.
നമ്മുടെ അറൈവലിൻ്റെ അവിടെ തന്നെ നമ്മൾ ഗോ ചെക്കിൻ്റെ ഒക്കെ ടാക്സീസ് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രീമിയം കാർസാണ് കിട്ടുക. അപ്പോൾ അവിടെ നമ്മൾ ഇവിടെ പേയ്മെൻറ്റ് നടത്താണ്ട് ഇരട്ടി പേയ്മെൻറ്റ് ഏകദേശം വരും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ കുറച്ചും കൊണ്ട് ഫ്രണ്ടിലേക്ക് നടക്കണം. നടന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ ടെർമിനൽ 3യുടെ ഇവിടെയാണ് ടാക്സി ഓൺലൈൻ റൈഡ് ഷെയർസ് ഒക്കെ കിട്ടുന്നത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ഒരു റീസണബിൾ റേറ്റിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് വരണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പോകാനാണെങ്കിൽ ഓക്കെ, അങ്ങനത്തെ പ്രീമിയം കാർസിൻ്റെ അകത്ത് കിട്ടുമ്പോൾ നമുക്ക് പോണതിന് കുഴപ്പമില്ല. അല്ലാതെ അതത്ര വർത്ത മണിയാണെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടേക്ക് നടന്നു. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട്. അവിടെ തിരക്കാനൊന്നും ഉണ്ടാവില്ല, ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അതനുസരിച്ച് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, ജക്കാർത്തയിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ടയർഡായി പോയിട്ടോ. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ കിടന്നുറങ്ങിപ്പോയി. എത്തി കുളിച്ചു, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പിന്നെയും ഇപ്പോൾ ഇതാ എണീറ്റ് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ ഒന്ന് വെളിയിലിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 9 o'clock ആയതുകൊണ്ട് മോളുകളെല്ലാം 10 o'clock അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മളിവിടെ ജക്കാർത്തയിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്തൊന്നും പോയില്ലായിരുന്നു. നമ്മൾ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ നല്ല ടയേർഡായിരുന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അടുത്തുനിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമേ ഇതുപോലെ പോയുള്ളൂ. അപ്പോൾ ഞങ്ങൾ നിന്നത് ഇവിടെയായിരുന്നു, ഹോളിഡേ ഇന്നായിരുന്നു. ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ നമുക്കിതുപോലെ റേറ്റ് വന്നത് 4500 2 നൈറ്റ്സിന് കിട്ടിയത്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് നല്ല സ്പ്രെഡായിരുന്നു, ഒരുപാടുണ്ടായിരുന്നു. ഞാനൊക്കെ സമയമെടുത്താണ് കഴിച്ചത്. നല്ല സർവീസ് വരുന്നു കേട്ടോ അവരുടെ. നല്ല റൂം സർവീസാണ്. നല്ല ഇവിടെ നമ്മുടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ നല്ല സർവീസായിരുന്നു അവർ. നല്ല ബൊഫേ ആയിരുന്നു. ആ ആവശ്യത്തിന് കഴിക്കാം. നമുക്കൊരു 6 o'clock to 10 o'clock വരെയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. നമ്മൾ അത്യാവശ്യം ഞങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ ഇരുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്തോനേഷ്യൻ ഫുഡാണ്. അപ്പോൾ നമുക്ക് അവർ നമ്മുടെ അടുത്ത് നമുക്ക് പറയുകയാണെങ്കിൽ അവർ അതനുസരിച്ച് ഉണ്ടാക്കി തരും. നമ്മുടെ അടുത്തൊരു ചെറിയ വാവയുള്ള കാരണം നമ്മളിങ്ങനെ പറഞ്ഞു നമുക്ക് മുട്ടയൊക്കെ ഒന്ന് തരാമോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് റൂമിൽ. കാരണം ഇവിടെ ഒരു 1.5 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട് നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ആൾ ഉറക്കത്തിലായതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നമുക്കതെല്ലാം പാക്ക് ചെയ്ത് തന്നു. നല്ല ഭംഗിയായിട്ട് പാക്കൊക്കെ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ നല്ല സർവീസാണ് കേട്ടോ. മൊത്തത്തിൽ നല്ല സർവീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹോളിഡേ ഇൻ എക്സ്പ്രസ്സിൽ. ഞങ്ങൾ 30-ാം തീയതി കയറി 31-ാം തീയതി ഇവിടെ ലാൻഡ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ ഈ പറഞ്ഞ പോലെ നല്ല ടയർഡായതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഇവിടെ നമ്മുടെ ഭവനുവിന് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ജക്കാർത്ത വന്നത്. ജക്കാർത്തയിൽ വന്നതിന് ശേഷം നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ ബാലിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ട്രിപ്പ് ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം 1:15 നമ്മുടെ ഫ്ലൈറ്റ്. എയർ ഏഷ്യയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി പേടിയുണ്ട് എയർ ഏഷ്യ ആയതുകൊണ്ട്. അപ്പോൾ നേരെ ഇവിടുന്ന് നമ്മൾ ലഗേജൊക്കെ കയറ്റി വിടണം. അപ്പോൾ അന്നേരത്തെ അവരെന്തെങ്കിലും പറയുമോ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ കൂടുതലുണ്ടോയെന്നും എനിക്കറിയില്ല. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ ഗേറ്റൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 1:15 ഫ്ലൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് എടുത്ത് ഒരു 2 hours ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടാക്സ് പിരിക്കുന്ന ടോള് പിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് നമ്മുടെ തന്നെ ഉണ്ടോ കട്ടാവുക. അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഡിപ്പാർച്ചർ ഗേറ്റ് നമ്പർ 4-ലെത്തി. ഗേറ്റ് നമ്പർ 4 ആണ് നമ്മുടെ എയർ ഏഷ്യയുടേത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പം നമ്മുടെ ഇനിയിപ്പോൾ ബാഗ് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ബാഗ് ഡ്രോപ്പ് ചെയ്യാനുള്ളതൊക്കെ നമുക്ക് നോക്കട്ടെ. ഇതാണ് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇന്തോനേഷ്യയിലെ എയർപോർട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത തിരക്കില്ലാത്ത നല്ലൊരു ആർക്കിടെക്ചറൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് എയർ ഏഷ്യയുടെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനിയപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. എയർ ഏഷ്യ ചെയ്തുകൊണ്ട് പറയാൻ പറ്റില്ല നമ്മുടെ ലഗേജൊക്കെ ഏത് കണക്കിന് എടുക്കും എന്നുള്ളത്. ഇവർക്ക് കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ 2 അഡൾട്ട്സ് ഉള്ളത് കാരണം ഇൻഫൻ്റ് ഉണ്ട്. പക്ഷേ ഇൻഫൻറ്റിന് ബാഗേജ് ഇതൊന്നും തന്നിട്ടില്ല അവർ. അപ്പോൾ നമുക്ക് 15-7 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ വെയിറ്റ് അനുസരിച്ച് നോക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു എക്സ്ട്രാ ബാഗ് ഉള്ളത് കാരണം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. തിരക്കുണ്ട് എയർ ഏഷ്യക്ക്. 6 കൗണ്ടറാണ് ഇവർക്ക് ഉള്ളത് ബാഗേജ് ഡ്രോപ്പിന്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ കുറേ കുട്ടികളൊക്കെ എത്തുന്നുണ്ട്. ഏതാണെന്ന് എനിക്കറിയില്ല. പ്രയോറിറ്റി ലൈൻ നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ടാവാൻ ചാൻസ് ഇല്ല. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ബാഗേജ് ഡ്രോപ്പ് കഴിഞ്ഞു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അത്ര പ്രശ്നമൊന്നും ഉണ്ടായില്ല. വളരെ നല്ല ആൾക്കാരായിരുന്നു. നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെയിറ്റിൽ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവരൊന്നും പറഞ്ഞില്ല.
നമ്മുടെ ആൾക്ക് നമ്മുടെ വാവയ്ക്ക് അവരവരുടെ ഒരു ലോക്കലായിട്ടുള്ളൊരു കുട്ടികൾക്കുള്ളൊരു സ്നാക്കും കൊടുത്തായിരുന്നു അവർ. നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരപ്പോൾ അതിന് ചാർജ് ചെയ്യാനും, പിന്നെ അതുകൂടാണ്ട് എന്തായിരുന്നു നമ്മുടെ ടിക്കറ്റിനൊരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിലൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ആക്കുന്നുണ്ടായിരുന്നെങ്കിലും ഈ പ്രാവശ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ സ്മൂത്തായിട്ട് എല്ലാം തീർന്നു പോയി. വളരെ സ്നേഹമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ ഇന്തോനേഷ്യയിലെ എയർ ഏഷ്യയുടെ ആൾക്കാർ. അപ്പോൾ നമ്മളുടെ ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്കാണ് നമുക്കുള്ളത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ അപ്പോൾ ഒരുപാട് സ്റ്റോറുകളൊക്കെ ഉണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സ്റ്റോറുകളൊക്കെ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു ഈ A&W എന്ന് പറഞ്ഞത് ഒരു ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ചെയിനാണ്, അമേരിക്കൻ ചെയിനാണ്. അങ്ങനെ പലതുമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നേരെ അമേരിക്കൻ ഫുഡാണല്ലേ. ഓക്കെ, അമേരിക്കൻ ഫുഡിൻ്റെ അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെയിനാണല്ലോ അവർക്ക്. ഇന്തോനേഷ്യയിൽ അതിൻ്റെ ഒരുപാട് സ്റ്റോറുകളുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ സെക്യൂരിറ്റിക്ക് പോവാണ്. അതെ, ഇൻഡോമാർട്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡോമാർട്ട്. ഇവിടെയാണ് ഞങ്ങൾ 2 ദിവസം സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പോയത്. നമുക്ക് പോകേണ്ടത് E7ലേക്കാണ്. അപ്പോൾ അപ്പുറത്ത് ബോർഡ് ഉണ്ടായിരുന്നത് E1 to E7 ഇങ്ങോട്ടെന്നാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് E1 to E4 ആണ്. നമുക്ക് എന്തായാലും കുറച്ച് സമയമുള്ളതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. ഇവിടെ പിന്നെ എവിടെ ചെന്നെങ്കിലും പ്രയർ റൂംസ് ഉണ്ടാവും കേട്ടോ. വളരെ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ഇവിടെ. അതാ E1 to E7. നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ, എൻ്റെ വണ്ടി തിരിയുന്നില്ലല്ലോ വണ്ടി. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണ്. ഒരു 3/4 മണിക്കൂർ ഡിലേ ആണ് കേട്ടോ. ആദ്യം 1:15 അതിപ്പോൾ 2 മണിക്കാണ് ഇനിയിപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളൂ. അപ്പോൾ അത്രയും നേരം എന്തായാലും ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ തേരാപ്പാറ നടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സെക്യൂരിറ്റിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ചേക്കാമെന്ന്. കാരണം സെക്യൂരിറ്റി കഴിഞ്ഞ് അവിടെ അങ്ങനെ അധികം കടകളൊന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്യൂരിറ്റിക്ക് മുമ്പ് തന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മുടെ ഫ്ലൈറ്റിൽ ഫുഡൊക്കെ ഉണ്ട്, നല്ല ഫുഡാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ ഒരു സ്നാക്കായിട്ട് അതിനെ കഴിച്ചിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോക്കി വെച്ചിട്ട് ഒത്തൻറ്റിക് ഇന്തോനേഷ്യൻ ക്യൂസീൻസ് ആണ്. അപ്പോൾ ഒന്ന് തനജാവയായിരുന്നു. അപ്പോൾ നമുക്ക് തനജാവയിൽ പോകാം, കാരണം അവിടുത്തെ റിവ്യൂ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നമുക്കെന്നാൽ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, നോക്കട്ടെ ഇവിടെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് കേട്ടോ. അത്യാവശ്യം നല്ല മെനു ആണ്. ഇതാണ് അപ്പം മെനു. നമ്മളിതിനകത്ത് ഓർഡർ ചെയ്തത് നാസി ഗൊറേങ് തനാജാവ എന്ന് പറഞ്ഞതും, പിന്നെ അയാം പെന്യത് സമ്പാൽ ഭവാൻ. ഇത് ചിക്കൻ്റെ ഇതാണ്, ഡിഷാണ്. ഇതും ചിക്കൻ തന്നെയാണല്ലേ, ഇതും ചിക്കൻ്റെ ഡിഷ് തന്നെയാണ് കേട്ടോ. ഇത് 2 ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ഇത് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ജാവ കാരമൽ ലാത്തയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്കിതൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ബില്ല് വന്നു. ബില്ലിൽ 221.500 ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1200 രൂപയുടെ അടുത്താണ് വന്നേക്കുന്നത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. നല്ല ടേസ്റ്റി സാധനമാണ് കേട്ടത്. നല്ല ടേസ്റ്റാണ്, നല്ല റിഫ്രഷിംഗ് ആണ്, അടിപൊളിയുണ്ട്. എനിക്കിപ്പോഴും ക്യാമറയിലേക്ക് എവിടേക്ക് നോക്കണമെന്ന് അറിയാമല്ലോ. ഞാൻ അവിടെ നോക്കി ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. സേഫ് ഫ്ലൈറ്റ് എന്നാട്ടോ പറയുന്നത്. എയർ ഏഷ്യയിൽ നിന്ന് തന്നതാണ് വാഗു ബീഫിൻ്റെ പപ്സ്. ഒരാൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓർഡർ ഫ്രണ്ട്ലിയാണ്. അപ്പം ചോദിച്ച് കഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സാധനം കഴിക്കാത്ത ആളാണ്. ഇനി വേണോ കയ്യിലെടുത്തോ? കഴിഞ്ഞു, എടുത്തോ. അപ്പം നമ്മുടെ ഐറ്റംസ് എത്തി. എന്താണത്? ഫ്രൈഡ് റൈസും ചിക്കനും മുട്ടയും ഫ്രൈംസും വെജീസും ഒക്കെ കൂടിയിട്ടുള്ളൊരു പോർഷൻ. അതും അങ്ങനെ തന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ടോഫു ഉണ്ട്. ടോഫു അല്ലല്ലേ, സോയാബീൻ. അതുകൊണ്ട് ഇപ്പോൾ നല്ല രസമുള്ളൊരു സംഭവമാണ്. നമുക്കിനി കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് എങ്ങനെയിട്ട് നോക്കട്ടെ. നമ്മുടെ നാട്ടിലെ മുളക് ചമ്മന്തി പോലെ ഇരിക്കും. നല്ലൊരുണ്ട്. സോയാബീൻ എന്ന് പറഞ്ഞാണ് തന്നത്. എനിക്ക് തോന്നുന്നത് അറിയില്ല സോയാബീൻ ആണോ അതോ ടോഫു ആണോ എന്ന്. ഇപ്പം നമുക്ക് കഴിച്ചു നോക്കാം.
ഞാൻ ചിക്കൻ കഴിച്ചില്ല. ചിക്കൻ ഡീപ് ഫ്രൈഡ് ചിക്കനാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ പ്രസൻറ്റേഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ പാനോട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തും ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസാണ് ഇതിൻ്റെ അകത്ത് തന്നേക്കുന്നത്. അതുകൂടാണ്ട് വെജീസ് തന്നിട്ടുണ്ട്, ഒരു മുട്ടയും തന്നിട്ടുണ്ട്. നമുക്കത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് ചൂട് ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഫ്ലേവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ചിക്കൻ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ചിക്കനും ഫ്രൈഡ് ചിക്കനാണ് വന്നത്. എനിക്ക് ഏകദേശം സെയിം ഫ്ലേവർ തന്നെയാണ് തോന്നിയത്. ബട്ട് ഇറ്റ്സ് നൈസ്. ഇപ്പം ഇതാണെന്ന് തോന്നുന്നു ഇന്തോനേഷ്യൻ ട്രഡീഷണൽ അല്ലേ, ട്രഡീഷണൽ കുസിനാണെന്ന് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഇനി കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ നമ്മൾ ഇൻഡോ മറാട്ടിലെത്തി. 24 hours ഓപ്പൺ ഉണ്ടത്. അപ്പം നമുക്ക് വെള്ളം വാങ്ങിക്കാം. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സ്നാക്സും വെള്ളം വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് അത്യാവശ്യം വലിയൊരു ഇൻഡോ മറാട്ട കേട്ടോ. എയർപോർട്ടിലെ സർവ്വ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. ഇത് നമ്മുടെ എയർപോർട്ടിന് വെളിയിൽ ഈ സെയിം സാധനം നെസ്കഫേ ലാറ്റെ ഞാൻ 11,000 വാങ്ങിച്ചത്. ഇവിടെ എയർപോർട്ടിലായതുകൊണ്ട് അത് 15,000 ആയി. അങ്ങനെ ഇവിടെ എല്ലാത്തിനും വില കൂടുതലാണ് എയർപോർട്ടിലായതുകൊണ്ട് തന്നെ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 1/2 ലിറ്ററാണ് 6 വാങ്ങിച്ചത്. ഇപ്പോൾ അത് ഇത്രയും ചെറിയ ബോട്ടിലാണ് 6.2 വന്നേക്കുന്നത്. നമ്മുടെ സെക്യൂരിറ്റി കഴിഞ്ഞു. നമ്മുടെ ഗേറ്റ് E6 ആണ് കേട്ടോ, എയർ ഏഷ്യ. അപ്പോൾ നമ്മളുടെ വളരെ സ്മൂത്തായിരുന്നു കേട്ടോ. പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് കിടന്നുറങ്ങിയാൽ മാത്രം മതി. 2 മണിക്കാണ്. 2 മണി എന്നുള്ളത് 2 മണിക്കാണത്. 3:05 അവിടെ എത്തും. ഓ ആണോ? അപ്പോൾ ഏജ് റേറ്റ്. അപ്പോൾ നമുക്ക് 2 മണിക്കാണ്. നമുക്ക് പോവാം. അത്യാവശ്യം വിശാലസുന്ദരമായൊരു എയർപോർട്ടാണ് കേട്ടോ അത്. ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോ ഗേറ്റിനും ഓരോ ഇതാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് ഡിലേ ആയെങ്കിലും നമുക്കങ്ങനെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. 2 മണിക്ക് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ സമയം പെട്ടെന്ന് പോയി. ഞങ്ങളപ്പോൾ ക്യൂവിൽ നിൽക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോർഡിങ് ആയല്ലോ. അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിനിപ്പോൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റിലാണ്. എനിക്ക് നല്ല തലവേദന ഉണ്ട്. പിന്നെ അതുകൊണ്ട് അനാവശ്യത്തിലേറെ കുറേ കഴിച്ചുകൊണ്ടാണോ അറിയില്ല, നല്ല വയറുവേദന ഉണ്ട്. അപ്പോൾ അടുത്ത സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിലെ ഫുഡ്. നല്ല ചൂടാണ്. നാസി ലമാക്കും പിന്നെ എന്താണത്, ചിക്കൻ തെരിയാക്കി റൈസ്. നല്ല ചൂടുണ്ട്. ഇപ്പം കഴിക്കാനായിട്ട് പറ്റുന്നൊരവസ്ഥ അല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല. അപ്പോൾ ഇതിനിപ്പോൾ റൂമിൽ ചെന്നിട്ട് വേണം ഇനി കഴിക്കാനായിട്ട്. ഇവിടിപ്പോൾ നല്ല വെയിലാണ്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു കേട്ടോ അവിടെ. നമ്മൾ എത്തി ദൈവമേ, ഈ ഫ്ലൈറ്റ് ഇത്രയും താന്ന് പോകുമ്പോൾ ഞാൻ വിചാരിക്കുന്നു വെള്ളത്തിൽ പോകാനുള്ള പരിപാടിയാണോ. എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ബാലി വൈബുകളാണ് മൊത്തം. എയർപോർട്ട് മൊത്തം ആ ഒരു രീതിയിലുള്ള അമ്പലം പോലെയാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ട്രഡീഷണൽ പോലെ നല്ല രസമുണ്ട്. ഇവിടെ ജക്കാർത്തേനെ വെച്ച് നോക്കുമ്പോൾ 1 മണിക്കൂർ പിന്നെയും മുന്നോട്ട് പോകും. അപ്പം ഞങ്ങൾ ഇപ്പോൾ ജക്കാർത്തയിൽ 4:30 ഇവിടെ 5:30. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടി ഉണ്ട്. ഇതുവരെ ബാഗ് വന്ന് തുടങ്ങിയിട്ടില്ല. എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളും വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അവർ എയർ ഏഷ്യ അവർ തന്നെ കവർ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പാക്ക് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്നേക്കണം. ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം.
പിന്നെ ഇവിടെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ ടെർമിനലിൽ അങ്ങനെയാണ് വന്നിറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാലി ടാക്സ് കൊടുക്കണം. അതേസമയം ഞങ്ങൾ പോകുന്നത് ഡൊമസ്റ്റിക്കാണ്. ഞങ്ങൾ ജക്കാർത്തയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്ന കാരണം ഞങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ടി വന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി നോക്കി വെക്കണം കേട്ടോ. കാരണം അത് എനിക്ക് തോന്നുന്നു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ ഇൻ കേസ് ഇഫ് യു ആർ കമ്മിങ് ഡയറക്ട്ലി ഫ്രം ഇന്ത്യ ടു ബാലി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ടാക്സ് കൊടുക്കണം. അല്ല ജക്കാർത്ത അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ ഭാഗങ്ങളിൽ വന്ന് വരുന്നവർക്കാണെങ്കിൽ നമുക്കത് കൊടുക്കേണ്ടി വരില്ല. അങ്ങനെ നമ്മളൊരു 1.5 മണിക്കൂറിന് ശേഷം നമ്മളിവിടെ നമ്മുടെ ഹോട്ടലിൽ വന്ന് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ എവിറ്റൽ. ഇത് ഊത് നമ്മുടെ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കയറി വന്നപ്പോൾ തന്നെ. ഇവിടെ ഇവരുടെ എന്തോ ഓഫറിങ്സൊക്കെ വെച്ചിട്ടുണ്ട്. നിറച്ച് ജമന്തി പൂവൊക്കെ വെച്ച് നിരത്തി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് കയറി വരുമ്പോൾ തന്നെ ഒരു കുരങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇങ്ങനത്തെയൊക്കെ ഇത് വെച്ചിട്ട് കുരങ്ങനൊരു ഓഫറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലോബി. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ലോബി. ഇതാണ് ഇവരുടെ ട്രഡീഷണൽ ബാലിനീസ് ഡ്രസ്സാണ് കേട്ടോ. ഓക്കെ, നൈസ്. അപ്പം നമ്മുടെ റൂം കിട്ടിയിട്ടുണ്ട്. ഹായ്, പോണ വഴിക്കൊക്കെ നല്ല 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 പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ 332 എത്തി. തുറന്ന് കയറാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഫോർ 3 days. 3 days നമ്മൾ ഏകദേശം സ്പെൻഡ് ചെയ്ത് 9,000 സംതിങ് ആണ് കേട്ടോ. പക്ഷെ നല്ല ഡീല് നമുക്ക് കിട്ടിയായിരുന്നു. നല്ല കോസി ആയിട്ടുള്ളൊരു ബെഡ് ഉണ്ട്. അതുകൂടാണ്ട് പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഒരു വാർഡ്രോബ് പോലെ തന്നേക്കുന്നത്. അത് ചെറുതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും പിന്നെ ഒരു വലിയൊരു മിറർ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ ശരിക്കും കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ടോയ്ലറ്റ് ഏരിയയും ബാത്റൂം ഏരിയയാണ്. അപ്പോൾ ഇതാണ് ടോയ്ലറ്റ്. കുഴപ്പമില്ലാത്ത നല്ലൊരു ഇതാണോ. അത്യാവശ്യം നല്ല നീറ്റാണ്. നല്ല സർവീസാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കയറി വന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല സർവീസായിരുന്നു ഇവരുടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം ഒരു 3 ദിവസത്തേക്ക്. ഇവിടെ ഞങ്ങളെല്ലാം കൊണ്ട് സെറ്റൊക്കെ ആക്കി വെച്ചു. ഇനിയിപ്പോൾ ഇതിന് മെയിൻ പറയാനാണെങ്കിൽ ഇവിടെ ഒരു TV ഉണ്ട്. പിന്നെ ഒരു ചെറിയ ഫ്രിഡ്ജുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഇത് അടച്ചിട്ടേക്കാണോ ഈശ്വര? അതിൻ്റെ സംഭവ സാമഗ്രികളൊക്കെ ഉണ്ട്. നമുക്ക് ചെറുതിനൊപ്പം ഒന്ന് സൂക്ഷിക്കേണ്ടി വരും. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് ടീ കോഫി അങ്ങനെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ. നോ സ്മോക്കിംഗ് റൂമാണ് നമ്മളെടുത്തത്. ഇപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാൽക്കണി ഉണ്ട്. ഇത് ഇവരുടെ റെസ്റ്റോറൻ്റ് ആണേ. ഇതാണ് ഇപ്പോൾ റെസ്റ്റോറൻറ്റ്. ഇവിടെ ബാലി. ഇതെന്താ ഹനുമാനാണെന്ന് തോന്നുന്നല്ലോ, ഗതയൊക്കെ പിടിച്ചിട്ട്. നല്ലൊരു ഏരിയ ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ബാർ കൗണ്ടർ ഉണ്ട്. അതുകൂടാണ്ട് ഇവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ട്. ഇത് കിഡ്സ് പൂളുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ റൂഫ് ടോപ്പ് വ്യൂ. നല്ല വൈബ് ഏരിയ ആണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇന്നിപ്പോൾ രാത്രി വേറെ പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് ഒരു വാക്കിന് പോകുന്നുണ്ട്. ഇപ്പം തന്നെ ഇവിടെ 9:30 ആയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷ് ഒന്നും ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഞങ്ങൾ ഇത് പറഞ്ഞ പോലെ ഇവിടുത്തെ അടുത്തുള്ള ഏതെങ്കിലും മിനി മാർട്ട് പോലെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ തന്നെ ഇവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ കുറേ പേരൊക്കെ ബാലിയിലേക്ക് വരുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വ്ളോഗ്സൊക്കെ കാണാം. അതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഒന്ന് മെയിൻ കാര്യം ബാലി ബെല്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ വെള്ളത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഹോട്ടലിൽ തന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ മിററിൽ തന്നെ അവർ വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ നിന്ന് ആ പൈപ്പ് വാട്ടർ കുടിക്കരുതെന്നുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് വെള്ളം അധികം വാങ്ങിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് 2 ബോട്ടിലാണ് തരുന്നത്. ആ 2 ബോട്ടിൽ നമ്മുടെ തീർന്നു. ചെറിയ ബോട്ടിലായിരുന്നല്ലോ.
അപ്പോൾ നമ്മളിനിപ്പോൾ തൊട്ടടുത്തുള്ള മിനി മാർട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുള്ള കാര്യമാണ് ഇത് എന്താണ് മോസ്കിറ്റോ ഇത് റെപ്പല്ലൻ്റ് ആയിട്ടുള്ള ക്രീമോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇത് ഇവിടെ കണ്ടത്. ഇവിടെ മിക്ക ഹോട്ടലുകളുടെ ഫ്രണ്ടിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ വീടുകളിലൊക്കെ ഇതുപോലെ തന്നെ ഒരു അമ്പലം ഉണ്ടാവും കേട്ടോ അവരുടെ. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ ഓഫറിങ്സ് ഉണ്ട്. ഇതിനകത്തൊന്നും നമ്മൾ തൊടാൻ പാടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇതുണ്ട്. ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മളിവിടെ വെച്ചേക്കണ ഓഫറിങ്സിലൊന്നോ തൊടാനോ ചവിട്ടാനോ പാടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഓരോരുത്തർക്കും ഓരോ ബിലീഫ്സ് അല്ലേ. അപ്പോൾ പിന്നെ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇതാണ് ഹെവിട്ടൻ്റെ ഇവിടേക്ക് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം ഞാൻ. നല്ല വൈബ് ഏരിയ ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യം വിചാരിച്ച പോലെയുള്ളതല്ല. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഭയങ്കര ഡാർക്ക്നെസ് ആയിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ജക്കാർത്തക്ക് എന്ത് രസമായിരുന്നു കാണാനെന്ന്. പക്ഷേ നല്ല വൈബുള്ള ഏരിയ കേട്ടോ. എല്ലായിടത്തും ഇതുപോലത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണാൻ പറ്റും. ഇല്ല ഇതൊക്കെ ഇവിടെ ഓഫറിങ്സ് കൊടുത്തേക്കണതാണ് കേട്ടോ. ഇതിലൊന്നും നമ്മൾ ചവിട്ടാനൊന്നും പാടില്ല. അപ്പോൾ ഞാനൊക്കെ വളഞ്ഞു കുത്തി പോവാണ്. ഇവിടെ മങ്കീസ് ഒരുപാട് വരും കേട്ടോ. ഓ മങ്കി ഫോറസ്റ്റ് ഉബൂദിലേക്കുള്ള വഴിയാണിത്. നമ്മളപ്പോൾ ഇവിടെ ഒരു കോക്കോ സൂപ്പർ മാർക്കറ്റ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വന്ന് കയറാണ്. ഇവിടെ ജക്കാർത്ത പോലെയല്ല കേട്ടോ, ഒരുപാട് ഇന്ത്യൻസിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതെനിക്ക് ഫ്രഷ് പെയറാണ്. ഇത് ഞാൻ ഈ എന്താണ് പറയുക കൊറിയൻ സീരീസിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇവിടെ വേറൊരു സാധനം എനിക്ക് കാണിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞത്. അത് ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അത് നോക്കട്ടെ കേട്ടോ. കണ്ടമാനം ഫ്രഷ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, കണ്ടമാനം. അലോവേറ ഒക്കെ കൊണ്ട് വിൽക്കുന്നോ? കൊള്ളല്ലോ, അലോവേറ തന്നെ അല്ലേ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് ഡൂരിയനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇതാണ് എനിക്ക് കാണിച്ചു തരാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നത്, മഞ്ഞ കളർ ഡ്രാഗൺ ഫ്രൂട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ റംബൂട്ടാനല്ല ലിച്ചി, അതാണിത്. ഇവിടെ പാക്ഡ് ഫുഡ് ഒരുപാട് കിട്ടും. ഇതൊക്കെ എത്രയാണ് വരിക? 35,000 ആണ് വേണ്ടത്. ഇതൊക്കെ ഇത്തിരി കോസ്റ്റ്ലി ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ മോച്ചിയല്ലേ. ഇവർക്കൊരു മുകളിലേക്കൊരു പോർഷനും കൂടെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് സൂനിയേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല, കാരണം നമുക്ക് വെളിയിൽ എങ്ങനെയാണെന്ന് കമ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഫുൾ ഫ്ലോറ് മൊത്തം നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യം വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതൊക്കെ ബാലിനി സുവിനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കണതാ. ഇതൊക്കെ സ്റ്റാർട്ട്സ് ഫ്രം 1,50,000 ഏകദേശം ഒരു 800 രൂപയ്ക്കൊക്കെ വരുന്നതാണത്. അയ്യോ ഭയങ്കര ഭംഗി കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ കണ്ണൊക്കെ മഞ്ഞളിക്കുന്നു, എന്ത് ചെയ്യാനാ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പഴയ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത് വേറെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അത്. എനിക്ക് ഇതുപോലത്തെ മാസ്ക്, ഇവിടുത്തെ ബാലനീസ് മാസ്കാണ്. ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സാധനമാണ് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതെനിക്ക് നല്ലത് എവിടെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഒരുപാടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള സാധനമാണ് ഈ മാസ്ക്. അടിപൊളി കിട്ടില്ലേ. ഇതിന് 1,25,000 രൂപയുള്ളൂ കേട്ടോ. മറ്റേതിനാണ് വില കൂടുതൽ.
ഇവിടുത്തെ മെയിൻ ഐറ്റം ആണത്. ഇതിവിടെ നമ്മുടെ പീനസ് ഷേപ്പിൽ വന്നതാണത്. ഇതിനിവിടെ 1,25,000 രൂപയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയോ ഇതിനൊക്കെ എന്തൊക്കെയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ വിട്ട് കളയണമെന്നുള്ളൂ. അമ്മമ്മേ ചിത്തേ 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 അമ്മമ്മി